നമസ്കാരം. 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 ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ചിത്രകാരനും ലളിതകലാ അക്കാദമിയുടെ വൈസ് ചെയർമാനുമായ എബി എൻ ജോസഫാണ്. സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു ഇൻസ്റ്റലേഷൻ ആർട്ട് ചെയ്യാണ്. ഈഴവശനെ പ്രതിഷ്ഠിക്കുന്നു. ചിത്രത്തിനൊരു ലോക ഭാഷയാണ് കൈകാര്യം ചെയ്യാൻ. ജീവിക്കാൻ എനിക്ക് ഈ 10-ലും താഴെ ആളുകളെ വേണ്ടു. അത് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ ഇപ്പം നമുക്ക് പറ്റുകയില്ല. അതാണ് അതിനകത്തെ ഒരു കാര്യം. ഇപ്പം എന്നെ സ്വാധീനിച്ച മുഴുവൻ എൻ്റെ വല്യമ്മച്ച് പറയുന്ന കഥകളാണ്. അത് ഈ പഴയ നിയമത്തിലെ കഥയാണ്. പൂർവ്വ യോസേപ്പ് ഈ നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ സമയത്ത് തന്നെ നിർത്തിപ്പോവുക എന്ന് പറയുന്നത്. മനുഷ്യ നേരത്തെ ഈ സ്വാതന്ത്ര്യസമര സേനാനികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗാന്ധിയൻ തോൾസ് ആയിരുന്നു മാഷിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും. ആ ഗാന്ധിയൻ ഒരു പരമ്പര തന്നെ മാഷ് ആരംഭിച്ചിട്ടുണ്ട്. അത് എവിടെ വരെ എത്തി? എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ? ചിത്രകലയിൽ ഗാന്ധിയൻ തോൾസിനെ കുറിച്ചിട്ട് വലിയ പ്രൊജക്റ്റായിരുന്നു മാഷ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗാന്ധി ജീവിതം വരയ്ക്കുക എന്നുള്ളതായിരുന്നു. ആ നിലയ്ക്കാണ് അത് ആരംഭിച്ചത്. അത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പി ബാലൻ കിലയുടെ ഡയറക്ടർ, അദ്ദേഹമാണ് എന്നോട് ഗാന്ധിജിയും ഗ്രാമസ്വരാജും എന്ന ഒരു ചിത്രം, ഒരു ഗാലറി തയ്യാറാക്കുക. അതാണ് കിലയിൽ ചെയ്തത്. മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് മഹാത്മാ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ എഴുതാനിടയായതൊക്കെ ആ ഒരു ആഹ്വാനം കൂടിയുള്ളത്. എന്നാൽ ഗാന്ധി ജീവിതം വരയ്ക്കുക എന്ന പ്രോസസ്സ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. ഗാന്ധി ജീവിതം എന്ത് എന്ന് മനസ്സിലാക്കാനായി വായിക്കുകയും ചെയ്യാം, നിങ്ങൾക്കൊരു ഗാലറിയും സന്ദർശിക്കാം എന്ന നിലയിലാണ് അതിനെ കാണുന്നത്. പിന്നെ അസാധാരണമായൊരു ജീവിതമാണ്. നമുക്കിപ്പോൾ ആട് ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. ഗാന്ധി ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ നാം പറയുന്നത്. മാതൃകകൾ ഉണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് മാതൃകകളുണ്ട്. നിങ്ങൾ എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നു വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപദേശിക്കാം. പക്ഷേ യേശു ക്രിസ്തു ആകെ ഒന്നേ ഉള്ളൂ. അതുപോലെ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ആരായി നമ്മൾ കണ്ടിട്ടുമില്ല. ഗാന്ധിജിയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. ഒരു ഗാന്ധിജിക്ക് ശേഷം മറ്റൊരു ഗാന്ധിയൻ ഉണ്ടായില്ല എന്ന് പറയാറുണ്ടല്ലോ. ഗാന്ധി ജീവിതത്തിൽ വളരെ സാധാരണ മനുഷ്യനാണ്. നരനായി ജനിച്ച് നരോത്തമനായി മാറുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പ്രോസസ് ഓഫ് മേക്കിംഗ് എ മാൻ എന്ന് പറയുന്നതാണ്, ലെജൻഡ് എന്ന് പറയുന്നതാണ് ഗാന്ധി ജീവിതത്തിൽ കാണുന്നത്. കളവ് പറയുക, മോഷ്ടിക്കുക പോലെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കുസൃതികളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സർവ്വസാധാരണ മനുഷ്യൻ മാത്രമാണ് ഗാന്ധിജി. പക്ഷെ അദ്ദേഹത്തിൻ്റെ 15-ാമത്തെ വയസ്സിൽ ചെയ്തു പോയ തെറ്റുകൾ എല്ലാം കൂടി ഒരു കടലാസിൽ എഴുതി അച്ഛന് കൊണ്ട് കൊടുക്കുകയും അച്ഛൻ അത് വായിച്ച് കരയുകയും ചെയ്യുന്നൊരു മുഹൂർത്തം. കാബ ഗാന്ധി, അച്ഛൻ കർമ്മയന്ത്ര ഗാന്ധി. അച്ഛൻ എങ്ങനെയാണ് ദുഃഖിക്കാൻ ഇടയായത് എന്നതിനെക്കുറിച്ചും ഗാന്ധിജി നോക്കിക്കാണുകയും പറയുകയും ചെയ്യും. അച്ഛനെ അദ്ദേഹം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മനുഷ്യനാണ് അച്ഛൻ. ഹിമാലയ തുല്യൻ എന്നൊക്കെ പറയാവുന്ന പോലെ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട്, ആ ദൃശ്യം എനിക്ക് വരയ്ക്കണമെന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അച്ഛൻ്റെ ആ ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ദ പെയിന്റിങ് ഗാന്ധിജി ലോങ് ടു ഡു എന്നാണ് ആ പെയിന്റിങ്ങിന്റെ പേര്. ഗാന്ധിജി വരയ്ക്കാൻ ആഗ്രഹിച്ച ചിത്രം എന്നാണ്. അങ്ങനെ ഒന്നാണ്. പിന്നെ പതിയെയാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഈ പ്രതിരോധങ്ങൾക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന സർഗാത്മകമായ ചില രീതികളുണ്ട്. അതിലൊന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രം ഉപേക്ഷിക്കുന്നതാണ്. മേൽവസ്ത്രം ഉപേക്ഷിച്ചു. അതൊരു ചെറിയ ബാലനാണ്. 14 വയസ്സുള്ള ഒരു കുട്ടിയാണ് ചോദിക്കുന്നത്, നിങ്ങൾ വിദേശ വസ്ത്രം ബഹിഷ്കരിക്കാൻ പറയുന്നു. എനിക്ക് ഈ ഒരു കുപ്പായേ ഉള്ളൂ, അത് പുറത്തുനിന്നും ഉണ്ടെന്നാണ്. അന്ന് ഇവിടെ സർവ്വസാധാരണമാണ്. വില കുറഞ്ഞൊരു സാധനമാണല്ലോ, വില കൂടിയ ഒരു വസ്ത്രമൊന്നും അല്ല. പ്രത്യേകിച്ചും ഇന്ത്യൻ മിൽ തുണികളെക്കാളും കുറഞ്ഞതൊക്കെ അവർ വളർത്തുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നമ്മുടെ വിശേഷപ്പെട്ട തുണികൾക്ക് വില ഇടിയുന്ന സ്ഥിതി വരുന്ന ഒരു കാര്യമുണ്ടായി. ഇപ്പൊ റബ്ബർ ഇറക്കുമതി, റബ്ബറിന്റെ വില ഇടിക്കുക എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഈ കുട്ടി ചോദിക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്, നിങ്ങൾ പറയുന്നത് കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് ഈ വസ്ത്രമല്ലേ ഉള്ളൂ, ഇത് ഉപേക്ഷിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ മേൽവസ്ത്രം കൂടി ഇല്ലാത്ത ഇന്ത്യയിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പോൾ നിങ്ങളിങ്ങനെ പറയുന്നു ഉപേക്ഷിക്കാൻ വേണ്ടി നമുക്കതും വേണ്ടേ എന്ന ഒരു ചോദ്യം ഗാന്ധിജിയോട് അദ്ദേഹം ചോദിക്കുമ്പോഴാണ്, ഈ കുട്ടി ചോദിക്കുമ്പോൾ ഗാന്ധിജി മേൽവസ്ത്രം ഉപേക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം അർത്ഥനഗ്നായ ഫക്കീർ എന്നൊക്കെ വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പം അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാനും മാത്രമുള്ള ഒരു ശരീരത്തെ പ്രദർശന വസ്തുവാക്കുക എന്ന് പറഞ്ഞാൽ
അദ്ദേഹം സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു ഇൻസ്റ്റലേഷൻ ആർട്ട് ചെയ്യാണ്. ഈഴവശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു എടുത്ത ഒരു കല്ല് വെക്കുന്നത് പോലെ സ്വന്തം ശരീരത്തെ ഒരു പ്രദർശന വസ്തുവാക്കി ഒരു പ്രതിരോധത്തിൻ്റെ കലാരൂപമാക്കി വെക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ മറ്റൊന്നാണ് ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹം. അദ്ദേഹം വായനയിലാണ് അറിയുന്ന ഉപ്പിന് നികുതി ചുമത്തിയിരിക്കുന്നത്. നികുതി ചുമത്തലൊക്കെ പതിവുള്ളതാണ്. പക്ഷെ ഉപ്പിന് എന്ന് പറയുമ്പോൾ ഈ രുചികളിൽ ഏറ്റവും വില കുറഞ്ഞത് ഉപ്പാണ്. അതുമാത്രമല്ല, ഉപ്പില്ലാത്ത ഇന്ത്യക്കാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഉപ്പാണ് ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മധുരത്തേക്കാൾ വില കുറവാണെന്നുള്ളത് കൂടിയാണ് ഉപ്പിനോട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വേറൊന്നുണ്ടായിട്ടുണ്ടോ, കസ്തൂർബാ ഗാന്ധി ഉപ്പ് കഴിക്കരുതെന്ന് ഡോക്ടർ പറയുമ്പോൾ കസ്തൂർബാ ഗാന്ധി പറയും ഉപ്പില്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ശരിയാവുക, അതൊന്നും പറയണ്ട എന്ന് ഡോക്ടറോട് അങ്ങോട്ട് പറയുമ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, നീ ഡോക്ടർ പറഞ്ഞ് അനുസരിക്കണം, ഉപ്പ് പാടില്ലെങ്കിൽ നമ്മളത് കഴിക്കരുതല്ലോ എന്ന് പറയുമ്പോൾ അതിനെയും നിഷേധിക്കും. ഗാന്ധിജി അന്ന് ഉപ്പ് ഉപേക്ഷിച്ചു. ആർക്കു വേണ്ടി? സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി. ഒരു സമരമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ഈ സമര പതാക ഉയർത്തുക എന്ന് പറയുന്ന രീതി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പം പറയും, ഈ ചില ആളുകൾ പറയും ഇതെൻ്റെ വ്യക്തി ജീവിതമാണ്, മറ്റേത് എൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വേറിട്ട രണ്ട് സ്ക്രീനിൽ നിൽക്കുന്ന രണ്ട് രംഗങ്ങളായി അവതരിപ്പിക്കപ്പെടുന്ന ജീവിത നാടകമായിരുന്നില്ലത്. അദ്ദേഹം വ്യക്തിയും അദ്ദേഹം സമൂഹവും അദ്ദേഹം ആന്തരികവും അദ്ദേഹം ബാഹ്യവും ആയ ഒരേ ജീവിതമാണ് നയിച്ചു പോരുന്നത്. അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതമാണ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നൊക്കെ പറയേണ്ടി വരുന്നത്. ഇപ്പൊ പലരും അതൊക്കെ വെറുതെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്, തുറന്ന പുസ്തകം എന്നൊക്കെ പറയാറുണ്ട്. അതെ അതെ അതെ, ആരും തുറക്കുകയില്ല പൂട്ടുകയില്ല. ഇല്ല, അത് എളുപ്പമല്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പം ആളുകൾ പിന്നെന്താ എന്ന് വേണമെങ്കിൽ പറയുന്ന ആലോചിക്കാതെ പറയുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ തന്നെ പറയാനായി നമ്മൾ ഒരു ഭാഷ സ്വീകരിക്കുകയും, അതായത് മനുഷ്യന് വേണ്ടി പൊതുവായ ലോകത്തിന് വേണ്ടി നാം ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്ത ഒരു ഭാഷയാണ്. ഉചിതമായ പദങ്ങളെ ഉപയോഗിച്ചുകൂടൂ എന്ന് നമുക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ്. അതിന് പറ്റുന്നത് ഇതേ ഭാഷയിൽ ലോകത്തെമ്പാട് സംസാരിക്കാൻ പറ്റും. അതല്ലാതെ പുറത്ത് നാം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഭാഷയെ സ്ക്രീനിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ ഇടയിലെ ചില പൊതുപ്രവർത്തകരുടെ ദൗർബല്യം അതാണ്. അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ശീലിക്കേണ്ടത് ഏറ്റവും മികച്ച ഭാഷ ഉപയോഗിക്കാൻ ശീലിക്കണം എന്നുള്ളതാണ്. ആ ഭാഷയ്ക്ക് നിങ്ങൾ പറയുന്നത് അച്ചടിച്ച് പ്രസിദ്ധം ചെയ്താലും അതിന് എഡിറ്റിംഗ് വേണ്ടി വരില്ല എന്ന നിലയിൽ സംസാരിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകർ ആദ്യം തൊട്ട് ശീലിക്കേണ്ടത്. അതിനുവേണ്ടി പ്രത്യേകം മലയാള ഭാഷ വേറെ വിദ്വാൻ്റെ അടുത്ത് പോയി പഠിക്കേണ്ട വരുന്നില്ല. നേരെ മറിച്ച് ഇപ്പം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മനുഷ്യനോടാണ് സംസാരിക്കുന്നത്, നിങ്ങളൊരു ക്യാമറയോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ധാരണയല്ല, നിങ്ങൾ ലോകത്തോടാണ് സംസാരിക്കുന്നത് എന്ന നിലയിൽ തന്നെ പിന്നെ നമ്മെ ഒരുക്കി നിർത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടാവും, നമ്മൾ പണ്ട് പരീക്ഷാ ക്ലാസ്സിൽ കുട്ടികൾ ഗൗരവത്തോടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ഒരു ആട് ഇറങ്ങി നിന്നിട്ട് അത് ഉറക്കെ എന്നൊന്ന് കരഞ്ഞു. കുട്ടികളും അധ്യാപകരും ഒക്കെ ചിരിച്ചു. ആടിന് കരഞ്ഞുകൂടെ? ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ആട് കരഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്താണ്, അവിടുത്തെ ഗൗരവത്തെ ചോർത്തി കളഞ്ഞു പോയി എന്നുള്ളതാണ്. മനസ്സിലായില്ല? നമ്മുടെ ചില പൊതുപ്രവർത്തകർ പരീക്ഷാ ഹാളിൽ കയറിയ ആടിനെ പോലെ അവിടെ നിന്നൊരു വിചിത്ര ശബ്ദം പുറപ്പെടുവിക്കുന്നു. നമ്മൾ പിന്നെ ചോദിക്കല്ല, അയാൾ അങ്ങനെയാണല്ലോ പണ്ടേ പറയാറുള്ളത്, അയാൾക്കത് അനുവദനീയമാണല്ലോ എന്ന നിലയിൽ പോലും പറയും. പക്ഷെ നിർഭാഗ്യവശാൽ അത് ഒരു സാംസ്കാരിക ഉൽപ്പന്നമാണ്, ജീർണമായ സാംസ്കാരിക ഉൽപ്പന്നം എന്ന് തന്നെ പറയുന്നു. അതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ജനിച്ച വീട്ടിൽ പോയിട്ടുണ്ട്, പിന്നീട് താമസിച്ച സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പോർബന്തറിലൊക്കെ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ സമുദായം മോട്ട് ബണിയ എന്ന് പറയുന്ന ഒരു സമുദായമാണ്. നമ്മൾ സമുദായങ്ങളിലൂടെ മനുഷ്യ ശരീരത്തെ കാണുന്ന ഒരു അനാട്ടമി പഠനമുണ്ട്. നമ്മുടെ അത് ഒരു സങ്കലിത മനുഷ്യ സമുദായമാണ് ഈ രാജ്യത്തുള്ളത്. അപ്പം മറ്റു പല സ്ഥലത്തും ഏറെക്കുറെ ഒരേ ശരീരഘടനയുള്ളവരാണ്. വ്യത്യസ്ത ശരീരഘടനയുള്ളവർ, വ്യത്യസ്ത വംശങ്ങൾ, പല ഭാഷ സംസാരിക്കുന്നവർ എന്നിങ്ങനെയുള്ള ഒരു വിചിത്ര രാജ്യമാണ് നമ്മുടേത്.
അതിൽ നമ്മളെല്ലാവരും ചേർന്ന് സാമ്യങ്ങൾ കണ്ടുപിടിക്കുക, സാദൃശ്യങ്ങൾ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ വെള്ളം എന്ന് പറയും, തമിഴ്നാട്ടുകാർ തണ്ണി എന്ന് പറയും, കന്നഡക്കാർ നീരു എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വെള്ളത്തെ എന്നാൽ തണ്ണിന്ന് നമ്മളും പറയുമല്ലോ, നീരെന്ന് നമ്മളും പറയുമല്ലോ. അപ്പോൾ വെള്ളമെന്നും കൂടി അവർ പറഞ്ഞാൽ നമുക്കൊരു പൊതുഭാഷ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ സന്തോഷിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്നതിനെ ആണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. നാഷണൽ ഇൻ്റഗ്രേഷൻ, ദേശീയോത്ഗ്രഥനം എന്നുള്ളത്. ആ വാക്കിപ്പോൾ പറയാതെ സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ കാലത്താണ് നമുക്കുള്ളത്. യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും, ഏകത്വവും നാനാത്വവും. നാനാത്വം അപകടം പിടിച്ച ഒരു കാര്യമാണ് എന്ന നിലയിലുള്ളൊരു പഠനമാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം എന്നുള്ളത്. അപ്പോൾ ഒരു രാജ്യത്തെ വന്ധ്യംകരിക്കുന്നതിന് തുല്യമാണത്. ഇവിടെ നാനാത്വം ഉണ്ട് എങ്കിൽ ഉണ്ട് എന്ന് അംഗീകരിക്കലും അതിനെ നിലനിർത്തലുമാണ് ശരിയായ ഒരു കാര്യം. അത് ഭാഷയാണ്, ജീവിത രീതിയാണ്, വസ്ത്രധാരണമാണ്, ഭക്ഷണമാണ്, ആഘോഷമാണ്. എൻ്റെ ഒരു പഠനം അനുസരിച്ച് ഇന്ത്യയിൽ ആകമാനം മനുഷ്യർ കഴിക്കുന്ന ഒരൊറ്റ ഭക്ഷണമേ ഉള്ളൂ, ഒറ്റ ഒരു സാധനമായിട്ടാണ് എൻ്റെ ഒരു പഠനം. അത് ഇന്ത്യ ഉപഭൂഖണ്ഡം മുഴുവനുള്ളത്. ഏതാണെന്നറിയോ? സമൂസ. നമ്മുടെ ഓലപ്പടക്കം പോലത്തെ ഈ ഒരു സാധനം പല വലിപ്പത്തിൽ, പല രീതിയിൽ അതിനകത്തെ വിശേഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ബോംബെയിലൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി വലിപ്പം കൂടും. ചിലടത്ത് അത് പ്യുവർ വെജാണ്, ചിലത്തിൽ നോൺ വെജ് ആണ്. ഈ എന്തും ഏതും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയവിശാലത ഈ സമൂസക്കുണ്ട്. അതിൽ നിറക്കുന്ന സാധനങ്ങളൊക്കെ വ്യത്യസ്തമായി വ്യത്യസ്ത ടേസ്റ്റും ഒക്കെ അതൊക്കെയായിട്ട്. അത് നമുക്ക് അഫ്ഗാനിലും ഉണ്ട് ഇത് സമൂസ, ബംഗാളിലും ബംഗ്ലാദേശിലും ഉണ്ട്. ഞാൻ ബംഗ്ലാദേശിൽ പോയിട്ട് സമൂസ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയെ പരസ്പരം കണ്ണു ചേർക്കാൻ ആഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സമൂസയാണെന്ന് പറയാം. കേരളത്തെ പരസ്പരം ബന്ധിപ്പിക്കാനായിട്ട് അവിയലാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. അത് നമ്മൾ കേരളത്തിന് പുറത്ത് ഈ സാധനം കിട്ടില്ല, കേരളത്തിൽ എല്ലായിടത്തും കിട്ടുകയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ വടക്കൻ അവിയലും തെക്കൻ അവിയലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെ നമുക്ക് പരസ്പരം ഉള്ളത് എന്ത് എന്നും പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്നവ എന്ത് എന്നും അല്ലാതെ തനിമ നിലനിർത്തുന്ന എന്ത് എന്നും കൂടിയൊക്കെയുള്ള അന്വേഷണത്തിൻ്റെ സർഗാത്മകതയിൽ ഈ യൂണിറ്റി ഉണ്ടാവും, ഈ ഏകാത്മകതയുണ്ടാവും. ഇതിനെ പരിരക്ഷിച്ച് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുബോധത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഭരണകൂടം ചെയ്യേണ്ടത്. അതല്ലാതെ ഇതിലേതെങ്കിലും ഒരു ഭാഷ, ശരി ഹിന്ദി ആയിക്കോട്ടെ, അതിനെ നമുക്കങ്ങ് ദേശീയ ഭാഷയാക്കി കളയാം എന്ന് തീരുമാനിക്കുക. ചപ്പാത്തി ഇനി മുതൽ ഇന്ത്യയിൽ എല്ലാവരും അങ്ങ് പരത്തിക്കോട്ടെ, വേറൊന്നും കഴിക്കാതിരിക്കുക എന്ന് പറയുക. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നവരെ ചപ്പാത്തി ചിലപ്പോൾ അടിച്ചേൽപ്പിക്കാൻ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാൻ അങ്ങനെ വരും. ചപ്പാത്തി ഇത്ര വലിപ്പത്തിൽ നിങ്ങൾ ചൂടാൻ പാടുള്ളൂ എന്നൊരു ഉത്തരവൊക്കെ വന്നെന്ന് എന്നാൽ നമ്മൾ അത്ഭുതപ്പെടണ്ട. ഇല്ല എന്ന് പറഞ്ഞോളൂ. കാരണം ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ ഇല്ല, ആരും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഞാൻ കേൾക്കുന്നില്ല. വിചിത്രമായ ഒരു മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം. ഇത് എഴുതിയ പഹയനാരായാലും അതെന്താണെന്നും കൂടി നമുക്ക് പറഞ്ഞു തരണം. അതിന് ബൈലൈൻ വേണം. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്: ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം, എ സ്റ്റേഷൻ എ പ്രോഡക്റ്റ് എന്ന മറ്റുമാണ്. അവിടെ വെച്ചിരിക്കുന്നത് തന്നെ ഒരു 10-50 കൂട്ടം സാധനം. നിരപരാധിയായ ഒരു സ്ത്രീയെ താടിക്കൈയും കൊടുത്ത് വിൽക്കാതെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ വിറ്റില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ അടുത്ത് പോയി നോക്കി. ഇത് തന്നെ എല്ലാ സ്റ്റേഷനിലുണ്ട്, മിക്ക സ്റ്റേഷനിലാണ്. ഒരു സ്റ്റേഷൻ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഭാവനാശൂന്യനായ മനുഷ്യനാണ് ഇത് എഴുതി കൊടുത്തത്? ഇത് എന്താണ് അതിൻ്റെ താല്പര്യം? ഒരു പിടിയും കിട്ടുന്നില്ല. അത് ഏതോ ഉറക്കത്തിൽ ഉണർന്നെണീറ്റ് അതിഭൂതബാധയേറ്റ ഒരാൾ ഇറങ്ങി ഓടുമ്പോൾ എന്തോ വിളിച്ചു പറഞ്ഞ പോലൊക്കെ എനിക്ക് തോന്നുള്ളൂ. അങ്ങനെയൊക്കെ സംഭവിച്ചു കൂടായി ഇല്ല എന്ന് ഭയപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ഇതിൻ്റെ സൂചനയായിട്ട് ഈ മുദ്രാവാക്യത്തെ കണ്ടോ. ഈ കടയുടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു സാധനത്തിൽ. ഞാനവർക്ക് ഈ സ്റ്റേഷനിലെ ഒരു തകരാറ് എന്താണെന്നറിയോ? നമ്മൾ നാടകക്കാര് സദസ്സിനെ നോക്കിയാണ് ഏറി അഭിനയിക്കുക. നാടകക്കാരുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു, അവര് സദസ്സിനെ കാണും, സദസ്സിലേക്കാണ്. അവരാകമാനം സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്നില്ല, പിന്നിലെ തിരശീലയിലേക്ക് നോക്കി നിൽക്കുന്നില്ല. എന്നതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുന്നവര്, ട്രെയിൻ 1 മണിക്കൂർ കഴിഞ്ഞാണ് വരുന്നതെങ്കിലും അവരെല്ലാവരും ഒറ്റ സാധനത്തിലേക്ക് നോക്കി, ഈ ശൂന്യതയിലേക്ക്, അപ്പുറത്ത് കാണുന്ന പറമ്പിലേക്ക് നോക്കിയേ നിൽക്കുകയുള്ളൂ. അങ്ങേപ്പുറത്തൊന്നും ഇല്ലെങ്കിൽ കൂടി അവിടെ നടക്കുന്ന നായ, അവിടെ പറക്കുന്ന പക്ഷി എല്ലാത്തിനും നോക്കി കുറേ നേരം നിന്നാൽ ബോറടിച്ച് ഞാൻ ഇങ്ങനെ തിരിച്ചു നോക്കിയാലേ ഉള്ളൂ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ സാധനം കാണുന്നത്, ഏത് ഈ പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പം അതുകൊണ്ടാണോ ഈ ആളുകൾ അതിനെ നോക്കി പ്രതികരിക്കാത്തതെന്ന് ഞാൻ കരുതുകയാണ്. ചിലപ്പോൾ അതാവാം.
ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഈ ചിത്രകലയിൽ നിക്ഷേപിക്കുക എന്നുള്ളൊരു രീതി മുന്നേ തന്നെ ഉണ്ട്. അപ്പം നമുക്കറിയാം ഇപ്പോൾ എം എ ഹുസൈനെ പോലെയുള്ള വലിയ ചിത്രകാരന്മാരുടെയൊക്കെ ചിത്രത്തിന് വലിയ വിലയിട്ട് വെക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് മേടിച്ച് വരെ വലിയ രീതിയിൽ. ഇപ്പം ആ ട്രെൻഡ് എന്താണ്, അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പം? ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ച ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. ലോകത്ത് ആളുകൾ ചിത്രം വാങ്ങുകയും സൂക്ഷിക്കുകയും പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ട്. തലമുറകൾക്ക് എഴുതി കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഭൂമിയൊക്കെ എഴുതും. ഭൂമി ഒക്കെ എഴുതുക, അല്ലെങ്കിൽ സ്വർണം, നമ്മളിവിടെ ഉരുപ്പടികളാണ് നമുക്ക്. നേരെ മറിച്ച് ചിത്രങ്ങൾ വാങ്ങി സൂക്ഷിച്ച് അതിന്റെ വില വളരുന്നത് കാത്തിരിക്കുന്ന ഒട്ടേറെ ആളുകൾ ലോകത്തുണ്ട്. അത് ഞാനിപ്പം ജർമ്മനിയിലൊക്കെ പോയിട്ട് അവിടുത്തെ സാധാരണ മനുഷ്യര്, സർവ്വസാധാരണക്കാരായ മനുഷ്യർ തന്നെ അവരുടെ വീടുകളിൽ ചിത്രങ്ങൾ കൊണ്ട് കാണിക്കാനായിട്ട് വളരെ ഉത്സാഹപ്പെടും. അപ്പൊ അവരെ സംബന്ധിച്ച് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഒരു മുതലാണ്. പിന്നെയോ ഇപ്പൊ സ്വർണ്ണമുണ്ട്, പുറത്തിറങ്ങാൻ പാടില്ല, സ്വർണ്ണം ഉപയോഗിച്ച് ട്രെയിനെ യാത്ര ചെയ്യരുത്, നിങ്ങൾ വലിയ കരുതലുണ്ടെങ്കിൽ മാത്രമേ പുറത്തെടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ ആണ് ചിത്രത്തെക്കുറിച്ച് ആളുകൾ പറയുക. ഇത് നമ്മൾ കൊണ്ടുപോകുമ്പം, അപ്പോൾ പണ്ടൊരിക്കൽ മൊണാലിസ എന്ന ചിത്രം ലൂഫർ മ്യൂസിയത്തിൽ നിന്നും അമേരിക്കക്കാർക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് കാണാൻ വേണ്ടി. അന്ന് ആ ഇത് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കനത്ത ഒരു സെക്യൂരിറ്റി ആണ് വിമാനങ്ങളിലൂടെ പോയത്. ഒരൊറ്റ വിമാനത്തിലല്ല, വിമാനങ്ങളുടെ സെക്യൂരിറ്റി വിമാനങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആ നിലയ്ക്കൊക്കെ വിലയേറിയതാണ് ചിത്രം എന്ന അറിവ് ഇവിടെ നാട്ടിൽ അങ്ങനെ വന്ന് പരന്നിട്ടില്ല. അതിൻ്റെ ഒരു തകരാറുണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് മറ്റൊരു ഗുണം ഉണ്ടായത്, കേരളത്തിലെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ പൊതുവിലുള്ള ആർട്ടിസ്റ്റുമാർക്ക് ലോകത്തെ ആസ്വാദകരിലേക്ക് എത്താൻ കഴിയുന്നു. ഇപ്പൊ നമ്മള് പണ്ടത്തെ ഒരു കാലം ഓർക്കുക, ഇപ്പൊ കുരുമുളക് ഏലവും കറുവപ്പട്ടയൊക്കെ നമ്മൾ തിന്നു തീർത്തതല്ല. അത് വേണ്ട ആളുകൾ പുറത്തുനിന്ന് ഇവിടേക്ക് വന്നത് മേടിച്ചുകൊണ്ട് പോയതാണ്. മേടിക്കാൻ വന്ന കപ്പൽ വഴിതിരിഞ്ഞ് പോയിട്ട് അമേരിക്ക പോലും കണ്ടുപിടിച്ചു. കുരുമുളക് തേടി വന്ന കപ്പൽ. അപ്പൊ അവര് തിരിഞ്ഞു പോയിട്ട് അമേരിക്ക കണ്ടുപിടിക്കാനിടയായ കാര്യം പോലും നമ്മൾ നേരാമണ്ണം നല്ലൊരു മ്യൂസിയം അതിന്റെ വെച്ചാൽ അമേരിക്കക്കാർ ഇവിടെ വന്ന് മുട്ടുകൂത്തി നിന്ന് കാണേണ്ടി വരും. അവരെങ്ങനെ അവരായി എന്നതറിയും. ഈ ചെറിയ കുരുമുളകിന്റെ ചരിത്രം പറഞ്ഞാൽ മതി എന്ന നിലയിലേക്ക് വരുന്ന വിധത്തിൽ ഒരു മ്യൂസിയം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ലോകം ഇതിന്റെ മുമ്പിലെത്തും എന്നാണ് ഞാൻ ബലമായി വിശ്വസിക്കുന്നത്. നമുക്കൊരു വിനയം കൊണ്ട് ഇതൊന്നും പറയുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ പെയിന്റർ ഇവിടെ ഉള്ള ഏതെങ്കിലും ചുവരിന് വേണ്ടി വരയ്ക്കണമെന്ന ഒരു നിർബന്ധവും ഇല്ല. ഒരു കവിത എഴുതുന്ന ആൾക്ക് ഇന്ത്യനിപ്പുറത്ത്, വളരെ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്ത് മലയാളത്തിൽ കവിത എഴുതാം. അത് തർജ്ജമ ചെയ്യേണ്ടതായിട്ടുണ്ട്, മറ്റൊരാൾക്ക് മനസ്സിലാണ്. ആ തർജ്ജമ പോലും പുഷ്ടിയുള്ളതല്ലെങ്കിൽ നിൽക്കില്ല, അതിന് മറ്റൊരാളുടെ സഹായം കൂടി വേണ്ടി വരും. നേരെ മറിച്ച് ചിത്രത്തിനൊരു ലോക ഭാഷയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് പുറത്ത് തീർച്ചയായും ആവശ്യക്കാരുണ്ട്, ആളുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ കുട്ടികളോട് പറഞ്ഞിരുന്ന ആസ് ആൻ ആർട്ട് എഡ്യൂക്കേറ്റർ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങളുടെ ചിത്രം ഇഷ്ടപ്പെടുന്ന ലോകത്ത് 1,00,000 ആളുണ്ടാവും. നിങ്ങളെ എത്ര മോശമാണെങ്കിലും 1,00,000 ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷെ ആ 1,00,000 ആളുകളിൽ നിങ്ങൾ എത്തണം. എത്തുന്നില്ല എന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് 1,00,000 ഒന്നും വേണ്ട, ജീവിക്കാൻ 10 ആൾ മതി. ഒരു 10 ബയർ മതി. 10 ബയർ. എനിക്ക് 10 ഇല്ലാതെ ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ 10 വേണമെന്നില്ല. മാത്രമല്ല അധികം ആളെ എനിക്ക് ആകർഷിക്കാനും പറ്റില്ല. കാരണം ഇതിന്റെ പ്രിന്റ് എടുത്ത് കൊടുക്കലോ ഒന്നും അല്ല, ഇത് വേറെ തന്നെ ഒരു പണിയാണ്. ഒന്നിന് പകരം ഒന്നില്ലല്ലോ. ഒന്നില്ല. അതിന്റെ പ്രിന്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലിമിറ്റഡ് എഡിഷൻസ് ഉണ്ടാവാം, മറ്റു പലതും ഉണ്ടാവാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറാമിക്കിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാം, പുസ്തകത്തിന്റെ കവർ പേജ് ആക്കാം, ബുക്കാക്കാം, എന്ത് വേണേ ആക്കാം. അല്ലെങ്കിൽ ഇവിടെ ടീഷർട്ടിൽ ഇത് ചെയ്ത് കൊടുക്കാം. അതൊക്കെ പ്രിന്റാണ്, അത് ശതഗുണീഭവിക്കാം. പക്ഷേ ഒരൊറ്റ ചിത്രമേ വരയ്ക്കുന്നുള്ളൂ. ആ വരയ്ക്കുന്നത് നാട്ടിൽ ഒരുപാട് പേർക്ക് പങ്കുവയ്ക്കാനില്ല. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ എനിക്ക് ഈ 10-നും താഴെ ആളുകളെ വേണ്ടു. അത് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ ഇപ്പം നമുക്ക് പറ്റുകയില്ല. അതാണ് അതിനകത്തെ ഒരു കാര്യം. ഇപ്പം ഇവിടെ ഒരു പ്രധാന കാര്യം ഞാൻ പറയാം, ഇപ്പം ഹേമൻ ഹെർസയുടെ മ്യൂസിയത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ഇവിടെ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ 10 കോടി തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് സോറി എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ നമുക്ക് കൈമാറാനും പറ്റില്ല. ഇത് ഏതൊരു ആർട്ടിസ്റ്റിനും ബാധകമായ കാര്യമാണ്, എൻ്റെ മാത്രം കാര്യമല്ല.
ഈ മാഷ് ശരിക്കും ഈ ചിത്രകലയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം വടക്കൻ മലബാറിൽ തെയ്യങ്ങളും അതുപോലെ കുറേ കലാരൂപങ്ങളുണ്ട്. അത് ഏതൊക്കെ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? എന്നെ സ്വാധീനിച്ചിട്ടില്ല. ഇല്ല. അതാണ് അതിൻ്റെ ഒരു ഇപ്പം അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിനകത്ത് ചിലപ്പോൾ ആളുകൾക്ക് പ്രയാസം തോന്നും. അല്ല, അങ്ങനെ പ്രയാസം കൊണ്ട് കാര്യമില്ല. അതെ, ഞാൻ പറയാം പ്രയാസം. എന്നെ സ്വാധീനിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കാഞ്ഞിരപ്പള്ളി ഭാഗത്താണ്. ഇപ്പം എന്നെ സ്വാധീനിച്ചപ്പോഴും എൻ്റെ വല്യമ്മച്ചി പറയുന്ന കഥകളാണ്. അത് ഈ പഴയ നിയമത്തിലെ കഥയും പൂർവ്വ യോസേപ്പ് ഈ കിണറ്റിലെ പാമ്പും പഴുതാരയും വിഷയന്തുക്കളും ഒക്കെ ഉള്ളത് കൊട്ടക്കിണറ്റിലേക്ക് ഈ സഹോദരങ്ങൾ തള്ളിയിട്ടതിനെ കുറിച്ചൊക്കെ ഓർത്ത് ഞാൻ ഒരുപാട് കാലം വേദനിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഏതാണ്ട് എൻ്റെ യൗവനത്തോടടുത്ത് കാലത്താണ് ഇവിടെ കണ്ണൂർ ജില്ലയിൽ വന്ന താമസം. അവിടെ തെയ്യം കാണുമ്പോൾ അന്ന് ഏതെങ്കിലും ഒരു ബാല്യത്തിൽ നാം കാര്യങ്ങളെ കൗതുകത്തോടെ കാണുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ തെയ്യം ബാധിച്ചതുപോലെ അല്ല പിന്നെ എന്നെ ബാധിക്കുന്നത്. അതൊരു പാഠ്യവസ്തു പോലെ വരുന്നു. ഇത് രണ്ടാണ്, അതായത് നമ്മൾ രണ്ട് ഇക്കോളജിയിലാണ് അങ്ങനെ വന്നു വീഴുന്നത്. അതുകൊണ്ട് തെയ്യം അങ്ങനെ എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും ബോധം. മറിച്ച് ഏതെങ്കിലും എന്നാൽ തെയ്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കണ്ണൂരിലെ ഇപ്പോൾ ഞാൻ പറയാം ഗോവിന്ദൻ കണ്ണപുരത്തെ പോലെ ഒക്കെ ഉള്ള ആർട്ടിസ്റ്റുമാരുണ്ട്. തെയ്യത്തേക്ക് അറിഞ്ഞ് വരച്ച് അതിൽ നിന്ന് ഒരു തരം ഫ്യൂച്ചറിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട്. പക്ഷെ അത് വേറൊരു ആവശ്യത്തിൽ വേറൊരു കാലത്തുണ്ടായതാണ്. അത്ര ഗുണപരമായ കാലമായിരുന്നില്ല. അതിൻ്റെ വക്താക്കളും അത്രത്തോളം മെച്ചപ്പെട്ടവരായിരുന്നില്ല. പക്ഷേ ഗോവിന്ദേട്ടൻ്റെയൊക്കെ ചിത്രങ്ങളിൽ ഇതിൻ്റെ സ്വാധീനവും തെയ്യത്തിൻ്റെ ചലനങ്ങൾ, രാത്രിയിൽ അത് ഉണ്ടാക്കുന്ന ഒരു ദൃശ്യവിന്യാസം ഒക്കെ, അവിടുന്ന് ചെതറിത്തെറിക്കുന്ന ഈ ഇതുണ്ടായിരുന്നു തീപ്പൊരികൾ, അതൊക്കെ പോലും അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും തെയ്യത്തിന് വേണ്ടിയല്ല മറ്റു പലതിലേക്ക് സന്നിവേശിപ്പിക്കുന്ന അത് കാണാറുണ്ട്. എന്നാലും ഞാൻ ആ നിലയിലല്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇപ്പം ബാലൻ നമ്പ്യാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചിത്രകലയൊക്കെ അടുപ്പിക്കുന്നതിൽ തെയ്യവും പോലെയുള്ള കലകൾ തന്നെ വല്ലാതെ ചെയ്തിട്ടുണ്ടെന്നും, ചിലപ്പോൾ തെയ്യം കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ചിത്രകല പോലും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നീട് വേറൊരു ആർട്ടിൻ്റെ ഭാഗമായി മാറുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഈ പെയിന്റിങ് അല്ലാത്ത രീതിയിലുള്ള ചിത്രകലയൊക്കെ മറ്റൊരു പ്രതലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ബാലൻ നമ്പ്യാരുടെ കാര്യം തന്നെ പറയാം. ബാലൻ നമ്പ്യാരുടെ അടക്കമാണെങ്കിലും ഈ നമ്മൾ പറയില്ലേ ഏതെങ്കിലും ഒന്ന് വിക്ഷേപിക്കുമ്പോൾ അടിയിൽ നിന്നൊരു ഇന്ധനം വരും, മുകളിലേക്ക് ഉയരാൻ ആവശ്യമായ ഒന്നിങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണല്ലോ മുകളിലേക്ക് അതിനെ എത്തിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ബാലൻ നമ്പ്യാരെ പോലൊരു മനുഷ്യന് ഇവിടെ തെയ്യം പോലെന്ന ബേസിക് ഇൻസ്പിറേഷനായിട്ട് മാറുകയും പിന്നീട് അദ്ദേഹം ഇനാമൽ പേര് കൈകാര്യം ചെയ്തില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ശില്പങ്ങൾ ഇപ്പൊ സ്റ്റീലാണല്ലോ അദ്ദേഹം വലിയ സംഗതികളൊക്കെ അതിൽ ചെയ്യുമ്പോൾ ചില സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റീലിലുള്ള ശില്പങ്ങളിൽ അദ്ദേഹം കേർവച്ചറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും അതിൽ തെയ്യത്തിന്റെ സ്വാധീനം ഉണ്ടാവണം എന്ന് കാണുകയാണ്. മനുഷ്യ മനസ്സിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ജാലകങ്ങളിൽ ഒന്ന് ചിത്രം ആണെങ്കിൽ ശില്പമാണെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. ബാലൻ നമ്പ്യാരിലേക്ക് പ്രവേശിക്കാനായിട്ടും ബാലൻ നമ്പ്യാർ എന്ന ചിത്രത്തിലേക്ക് പോകാനായിട്ടും ഒക്കെ കഴിയുന്ന വിധത്തിൽ വളരെ ഉദാരമായ ഒരു ജീവിതം അദ്ദേഹത്തിനുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള പഠിതാക്കൾ ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ തെയ്യത്തിൽ നിന്ന് വേണേൽ തുടങ്ങാം, എന്നിട്ട് ഇതിൽ അവസാനിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി തെയ്യത്തിലേക്ക് തിരിച്ചു വരാനും കഴിയും. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തെ വലിയ തോന്നുന്നു. എന്നല്ല അദ്ദേഹം നമ്മുടെ മദ്രാസ് സ്കൂളിന്റെയോ അല്ലെങ്കിൽ മദ്രാസ് ആയിരുന്നല്ലോ, മദ്രാസ് സ്കൂളായിരുന്നു, അവിടെ ഏതെങ്കിലും ഒന്നിന്റെ പതിവുകാരനോ എന്നാൽ മദ്രാസ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ആളുകളുടെ എല്ലാത്തിലും എന്തെങ്കിലും സാദൃശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ ഇവരെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴും അവരൊക്കെ വേറിട്ട മനുഷ്യർ തന്നെയാണ്. ഇപ്പൊ ഗോപിയേട്ടനൊക്കെയാണ് അവരൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മുത്തുക്കോയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ വേറെ തന്നെ ആണ്. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോകാനുള്ള ദൂരം വളരെ കൂടുതലാണ്. അതൊക്കെയാണ് ഇതിന്റെ. ഈ മാഷിപ്പം ഈ ഗാന്ധിയൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ മറ്റ് ചില വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇപ്പം ഞാൻ ചെയ്തത് ഗാന്ധി ജീവിതം വരയ്ക്കാന്നുള്ളതാണ്. പിന്നെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മളെ ഇത് സ്വാധീനിക്കും, ഗാന്ധി ജീവിതം സ്വാധീനിക്കും. അത് ഞാൻ പറയാം, അത് ഗാന്ധിയനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഗാന്ധിയനാകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഫോളോവർ ആവാം.
അതിൽ നിന്ന് നമുക്ക് എല്ലാത്തിനും എല്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ 1 മണി ചോറ് നഷ്ടപ്പെടുത്താതെ ഊണ് കഴിക്കുക എന്ന് പറയുന്ന ഒരു പണി നാട്ടിലെടുത്താൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തലവേദനയല്ല. നമ്മൾ ചെറുപ്പം തൊട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഭക്ഷണം കഴിക്കുന്നതോളം പരിശീലനമുള്ളൊരു കാര്യം വേറെ ഇല്ല എന്ന് പറയാം. പക്ഷേ നമ്മുടെ വിശപ്പിനെ അളക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ് ഒരു ബുഫെ പാർട്ടി പോലും കൂടുതൽ എടുത്തിട്ട് നഷ്ടപ്പെടുന്നത്. ആവശ്യം എടുത്താൽ മതി എന്ന തീരുമാനം. ഭക്ഷണം കുറച്ച് കഴിച്ചാലും തെറ്റില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാവുന്ന വിധത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ 2 ചോദ്യം. ഒന്ന്, ഗാന്ധിജി വെജിറ്റേറിയൻ ആയിരുന്നു, നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? അല്ല, അതുകൊണ്ട് നിങ്ങൾ ഗാന്ധിയനല്ല എന്ന നിലയിൽ കാണുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നത് സംബന്ധിച്ച തർക്കത്തിൽ ഗാന്ധിജിയെ പിടിച്ചിടാതിരിക്കുക. പകരം അതിനെ കൈകാര്യം ചെയ്യുന്ന ശൈലിയിൽ, നിങ്ങൾ ഉണ്ണുന്ന ഒരു ശൈലിയുണ്ട് അതിൽ എന്നൊക്കെയുള്ള നിലയിൽ നമുക്ക് ഗാന്ധിയെ കാണാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ആളുകളെ നമ്മൾക്ക് അഭിമുഖീകരിക്കുന്നതിൽ ഗാന്ധിജി കാണിച്ച ഉദാരതയുണ്ട്. എന്നാൽ ശരികളിൽ അദ്ദേഹം കാണിച്ച ജാഗ്രതയും നിഷ്ഠയും തീവ്രചിന്തയും ഉണ്ട്. വിട്ടുവീഴ്ച അശേഷം ഉണ്ടായിട്ടില്ല. വിട്ടാ വീണു എന്നാണ് ഗാന്ധിജി കരുതിയത്. അതുകൊണ്ട് വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയാണ് പിടിക്കേണ്ടത്, എവിടെയാണ് മുറുക്കേണ്ടത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കി, ഗാന്ധിജി എന്ന രാഷ്ട്രീയക്കാരനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ പിടിവാശിക്കാരനായ ഈ മനുഷ്യൻ ഒരു സമരം എപ്പം നിർത്തണം എന്നുള്ളത് കൃത്യമായി അറിയാമായിരുന്നു. തുടങ്ങുമ്പോഴേ അറിയാം. നമ്മുടെ നാട്ടിലെ സമരക്കാരുടെ ഒരു കുഴപ്പം ഞാൻ മനസ്സിലാക്കിയത് നിർത്താൻ അറിയില്ല, തുടങ്ങാനേ അറിയുള്ളൂ. ഇത് പെയിന്റിങ്ങിലുണ്ട്. ചില ആളുകൾ പെയിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിർത്തേണ്ട സമയത്ത് നിർത്തണം എന്നത് പെയിന്റർക്കും ബാധകമാണ്. അപ്പൊ ഈ ഒരു സിനിമ ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ ഈ ക്ലൈമാക്സും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി കടലയും തിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നാലും തീരാത്ത ചില സിനിമകളുണ്ടാവും. ഇതുപോലെ വേണ്ടാന്ന് നീട്ടിക്കൊണ്ടു പോകുന്നത്. നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ സമയത്ത് തന്നെ നിർത്തിപ്പോവുക എന്ന് പറയുന്നത്. അതിൽ ഗാന്ധിജി സമരം അവസാനിപ്പിച്ചത് എങ്ങനെയാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ചില സമരങ്ങൾ ആസൂത്രിതമായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്വിറ്റ് ഇന്ത്യ സമരം. നമ്മൾ പറയുന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഡാൻഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്രാം തീയതി എത്ര മണിക്ക് എത്തിച്ചേരുമെന്ന് മാത്രമല്ല, പോകുന്ന വഴിയിലുള്ള ഏതെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം പത്രക്കാർക്ക് അയക്കണമെന്നത്. PR വർക്കിനൊന്നും ഒട്ടും മോശമായിരുന്നില്ല ഗാന്ധിജി. അവിടെ കൃത്യമായ ആൾ കാത്തു നിൽക്കുമായിരുന്നു. ആ കുറിപ്പ് അതിനകം തന്നെ തയ്യാറാക്കുമായിരുന്നു. ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനകം കൊടുക്കുമായിരുന്നു. എല്ലാം റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, റെയിൽ ഇന്ത്യയുടെ സ്വാഭാവികതയെ നശിപ്പിക്കുന്നു. പക്ഷേ ട്രെയിൻ ഏറ്റവും കൂടുതൽ സമരായുധമാക്കിയ ആളും ഗാന്ധിജിയാണ്. ട്രെയിനിലെ കമ്പാർട്ട്മെന്റ് ഏതാണെന്ന് തെരഞ്ഞെടുത്തതിലൂടെ പോലും അദ്ദേഹം ലാളിത്യം എന്ന് പറയുന്നതും മാത്രമല്ല, മറ്റേ ജോഹാനസ്ബർഗിൽ നിന്ന് മറ്റേ അദ്ദേഹം ആഫ്രിക്കയിലെ യാത്രകൾ പീറ്റർ മാരിറ്റ്സ്ബർഗിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹത്തെ പിടിച്ചു തള്ളി ഇടുന്നത്. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നത് ഉയർന്ന കമ്പാർട്ട്മെന്റിലാണ്. വെള്ളക്കാർക്കും ഒക്കെ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഒരു ഗ്രീക്കുകാരനാണ്. അദ്ദേഹത്തെ പിന്നീട് പോലീസ് അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുന്നുണ്ട്. ഇരുണ്ട നിറമുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ അദ്ദേഹം ഇരിക്കുന്നത് എവിടെയായാലും, ഇന്ത്യ വന്നാലും ഈ പറഞ്ഞ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റ് മതി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇനി ഒരാൾക്കും താഴിടാൻ പറ്റില്ല ഈ കാരണത്തിന്റെ പേര്. പിന്നെ വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് അവിടെ ഇരിക്കാമല്ലോ എന്ന് പറയാം. അത് നിരസിക്കുന്നതിനുണ്ടാകാവുന്ന ഒരു മഹത്വം വേറെ കിടക്കുന്നുണ്ട്. ലാളിത്യം ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് പണ്ടേ നമ്മൾ റോഡ് സൈഡിൽ കിടക്കുന്ന ഒരാളോട് നിങ്ങൾ പോയി ലാളിത്യം കൊണ്ടാണോ എന്ന് ആരും ചോദിക്കില്ലല്ലോ. ഇല്ലാത്തതുകൊണ്ടാണ് ഇനിയെന്നല്ലേ പറയൂ. നമുക്ക് ലാളിത്യം കാണിക്കണമെങ്കിൽ തന്നെ നമുക്ക് അതിലും വലുത് ഓഫറായിട്ട് വേണം. ഗാന്ധിജി ഈ സമരങ്ങളിലൊക്കെ ഇത്തരം വലുത് ചെറുത്, കറുപ്പ് വെളുപ്പ്, ഉയർച്ച താഴ്ച, സമ്പത്ത് ദാരിദ്ര്യം, ഇങ്ങനെയുള്ള ഈ ഡയലറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. പഠിക്കാനാണെങ്കിൽ ഒരു പാരാവാരമാണ് അദ്ദേഹം. നമ്മളൊക്കെ ഏതെങ്കിലും ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ, പകർത്തുന്നുള്ളൂ. അങ്ങനെ മതി. എന്താണ് ചിത്രകലയിൽ ഇനി മാഷിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ എന്തൊക്കെയാണ് ഇനി ചിത്രകലയെ ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്ന ഒരു വർക്കുകൾ? ഇപ്പൊ സൂചിപ്പിച്ച ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട വർക്ക് തന്നെയാണ് എനിക്ക് ഇപ്പൊ ചെയ്യാൻ മുമ്പിലുള്ളത്. പിന്നെ ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥ എന്ന നോവലിന്റെ 100ാമത് വർഷമാണ് ഇപ്പോൾ. ഇപ്പോഴല്ല, 2022 കോവിഡ് കൊണ്ട് മുന്നോട്ട് പോയത്. അത് അവരുടെ ഒരു മ്യൂസിയം മുമ്പേ ഉള്ളതാണ്, നവീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നവീകരിക്കുമ്പോൾ സിദ്ധാർത്ഥയുടെ ഒരു ഫ്ലോർ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മറ്റൊന്ന് എനിക്ക് താല്പര്യമുള്ളത് ഇന്ത്യൻ സംഗീതമാണ്. ശബ്ദത്തെ ചിത്രപ്പെടുത്തുക എന്ന് പറയുമ്പോഴാണ് അക്ഷരം ഉണ്ടാവും. ആ എന്ന് പറയുമ്പോൾ ഒരു ചിത്രം രൂപപ്പെടുമല്ലോ. അങ്ങനെയാണ് ആ എന്ന അക്ഷരം ഉണ്ടാകുന്നത്. അത് വളരെ അബ്സ്ട്രാക്റ്റ് ആണ്. സംഗീതം എങ്ങനെയാണ് ചിത്രമായി മാറിയ എന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു അന്വേഷണമാണ്. ആ നിലയ്ക്ക് ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് രവിശങ്കറും സിത്താറും എന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ സംഗീതത്തിലൊരു വിദഗ്ധനല്ല, പക്ഷേ സംഗീതം എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നതെന്ന് മാത്രം നോക്കിക്കൊണ്ട് വളരെ വൈയക്തികമായി തന്നെ അതിനെ ഒന്ന് സമീപിക്കുക എന്നതാണ്. പറയാം, വരച്ചു പോരുമ്പം വൈയക്തികമാണെങ്കിലും കാണുന്ന ആളുകളിൽ ഏതെങ്കിലും വിധം വർഗബന്ധങ്ങൾ അവർ കണ്ടെടുക്കാൻ തയ്യാറാവും. അതിലാണ് നമുക്ക് ഒരു അന്വേഷണവും താല്പര്യവും കൂടി ഇനി ബാക്കിയുണ്ടാവുക. അങ്ങനെയാണ് ഇനിയുള്ള കാലത്തെ കാണുന്നത്. പിന്നെ വായിക്കാൻ എനിക്ക് കുറേയധികം പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അത് വായിക്കണം. വായനയും ആവശ്യമെങ്കിൽ എഴുതുക എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ട് കാണാത്ത ആളാണ് ഞാൻ. ആവശ്യമെങ്കിൽ എഴുതുകയും ചെയ്യുക. എന്തായാലും വരവിട്ടൊരു ജീവിതമില്ല. വാക്കും വരയുമായി ഒരു ജീവിതം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കാണുന്നത്. നമ്മൾ ലാസ്റ്റായിട്ട് എൻ്റെ ഒരു ചോദ്യം, മാഷ് വളരെ സിനിമയെ വളരെ അടുത്ത് നിൽക്കുകയും സിനിമയെ വളരെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയും ഓരോ സിനിമ കാണുന്ന സിനിമയും വളരെ വ്യത്യസ്തമായ രീതിയിൽ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് മാഷ് ഒരു സിനിമ ചെയ്യാത്തത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഉത്തരം പറയാം. സിനിമ മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ആരും സിനിമ ചെയ്യുന്ന ഒരു കാലത്തേക്ക് ഇനി നമ്മൾ അടുക്കുമെന്നാണ് തോന്നുന്നത്. ചിലപ്പം സിനിമ ചെയ്യാമെന്നുണ്ട്, ചെയ്തേക്കാമെന്ന് ഞാനും ഭയപ്പെടുന്നുണ്ട്. എന്നല്ലാതെ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കില്ല. എന്നാൽ സിനിമ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനുഷ്യരെ ഒരു കഥ പറഞ്ഞ് പഠിപ്പിക്കാൻ സിനിമ എന്ന സങ്കേതം ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനെങ്ങനെയൊക്കെയാണ് ക്യാമറ കണ്ണിലൂടെ ഈ കാര്യങ്ങളെ കാണുക എന്ന നിലയിൽ പലപ്പോഴും വിചാരപ്പെട്ടിട്ടുണ്ട്. അത് പോരല്ലോ, ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവണം. പ്രധാനമായി ഞാൻ കാണുന്നത് സമയമാണ്. നമ്മൾ ജീവിതം എന്ന് പറയുന്നത് സമയമാണല്ലോ. അപ്പോൾ ജീവിക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് പണികളുണ്ട്, അതെല്ലാം എടുത്തങ്ങ് പോവുക. അതാണ് ഒരു നെവർ ഡു ഡിഫറെൻറ്റ് തിങ്സ്, മേക്ക് തിങ്സ് ഡിഫറെൻറ്റ് എന്നുള്ളത്. മേക്ക് തിങ്സ് ഡിഫറെൻറ്റ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പ്രതിഭയായ ലിയനാർഡോ ഡാവിഞ്ചി ഒരു ചിത്രവും പൂർത്തിയാക്കിയിരുന്നില്ല. അദ്ദേഹം അവസാനവും ദുഃഖിക്കുന്നുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, ജീവിതം തികയുന്നില്ല എന്നൊരു പ്രയാസത്തിലായിരുന്നു അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെയുള്ള പ്രതിഭകൾ ധാരാളമായിട്ട് ലോകത്തുണ്ട്. അവരുടെ പ്രതിഭാ ജീവിതത്തെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന പലകൂട്ടം ചെയ്യരുതെന്ന് തന്നെയാണ്. സിനിമ എനിക്കിഷ്ടമാണ്. നന്നായി സിനിമ അറിയുന്ന നല്ല കുട്ടികളുടെ ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളൊക്കെ പോയിരുന്ന് അവരെ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പണി. നമ്മൾ ഈ തിരക്കിനിടയിലും നമുക്ക് ഇത്ര നേരം സംസാരിക്കാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു. നന്ദി. നമുക്ക്